Hi friends, ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇന്നത്തെ അൺബോക്സിംഗ് താരം ഗാലക്സി M51 ആണ്, സാംസങ്ങിൻ്റെ ഭീകരൻ. എനിക്ക് ഈ ഫോൺ ഉപയോഗിച്ചപ്പോൾ തോന്നിയ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഈ ചാനലിലെ അപ്ഡേഷൻസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് സ്പെസിഫിക്കേഷൻസ് നോക്കാം. ആദ്യം നമുക്ക് ഡിസ്പ്ലേ നോക്കാം. ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 6.7 ഇഞ്ചാണ്. സ്ക്രീൻ റേഷ്യോ 87.7% ആണ്. ഗോറില്ല ഗ്ലാസ് 3 ആണ്, അതുകൊണ്ട് ഡിസ്പ്ലേ സ്ക്രീനിനെ സ്ക്രാച്ചിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതിൻ്റെ ബോഡി വെയ്റ്റ് 213 ഗ്രാം ആണ്. അത് കേൾക്കുമ്പോൾ അത് കുറച്ച് ഹെവി ആണെന്ന് തോന്നും, പക്ഷേ നോർമലായിട്ട് തന്നെ എനിക്ക് തോന്നിയുള്ളൂ. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത ഫോണുകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അത്രയധികം ഹെവി ഫോണായിട്ട് തോന്നിയില്ല. ഇതിൻ്റെ ഡിസ്പ്ലേ സൂപ്പർ AMOLED പ്ലസ് കപ്പാസിറ്റീവ് ആണ്. ഈ ഡിസ്പ്ലേയിൽ നമുക്ക് 4K വീഡിയോസ് വരെ നല്ല ക്ലാരിറ്റിയിൽ കാണാൻ കഴിയും. ഡിസ്പ്ലേ റെസൊല്യൂഷൻ, OS, ഇത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇതിൽ ആൻഡ്രോയിഡ് 10 ആണ് OS ആയിട്ട് യൂസ് ചെയ്യുന്നത്. പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 730G ആണ്. മിഡ് റേഞ്ചിൽ ഹൈ പെർഫോമൻസ് ആണ് ഇത് നമുക്ക് നൽകുന്നത്. സ്നാപ്ഡ്രാഗൺ 730G ആയതുകൊണ്ട് തന്നെ അധികം ലാഗൊന്നും, ഫാസ്റ്റ് റെസ്പോൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്താലും നമുക്ക് ഡിലേ ഉണ്ടായിരിക്കുന്നതല്ല. നെക്സ്റ്റ് നമുക്ക് ക്യാമറയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൽ ക്വാഡ് ക്യാമറയാണ്. വൈഡ് ആംഗിൾ ക്യാമറ 64 MP, അൾട്രാ വൈഡ് ക്യാമറ 12 MP, മാക്രോ 5 MP, ഡെപ്ത് 5 MP. സോണിയുടെ ക്യാമറ ആയതുകൊണ്ട് ക്ലാരിറ്റിയുടെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല, നല്ല ക്ലാരിറ്റി ആയിരിക്കും. 4K വീഡിയോ വരെ നമുക്ക് ഈ ഫോണിൽ എടുക്കാം. സെൽഫി ക്യാമറ 32 MP ആണ്. റെയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും 4K ഫുൾ HD റെസൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയിൽ നമുക്ക് 4K വീഡിയോസും എടുക്കാൻ കഴിയും. ഇനി പറയാനുള്ളത് വീഡിയോ റെക്കോർഡിംഗ് സ്റ്റെബിലിറ്റിയെ കുറിച്ചാണ്. ഈ ഫോണിൽ ഗൈറോസ്കോപ്പിയുടെ സെൻസർ ഉള്ളത് കാരണം നമുക്ക് നല്ല സ്റ്റെബിലിറ്റി ഉള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത് യൂട്യൂബേഴ്സിന് ഏറ്റവും ആവശ്യമുള്ളൊരു സ്പെസിഫിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് യൂട്യൂബേഴ്സ്, വ്ളോഗേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അധികം ഷേക്ക് കൂടാതെ തന്നെ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ കഴിയും. ഇനി ഇതിൻ്റെ മെമ്മറി നോക്കാം. ഇൻറ്റേർണൽ മെമ്മറി 128 GB ആണ്. റാം 8 GB-യും 6 GB-ലും അവൈലബിൾ ആണ്. ഈ ഫോൺ 8 GB റാമിൻ്റെയാണ്. 8 GB റാമിന് 26,999 6 GB റാമിന് 24,999 രൂപയുമാണ് വരുന്നത്. ഓൺലൈനായിട്ട് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ആമസോണിൽ 2000 രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ തരുന്നുണ്ട്. നെക്സ്റ്റ് ബാറ്ററി 7000 mAh ആണ്. നോൺ റിമൂവബിൾ ബാറ്ററിയാണ്. 25 വാട്ട്സ് ഫാസ്റ്റ് ചാർജറാണ്. ഈ ഫോണിൽ റിവേഴ്സ് ചാർജിങ് പോസിബിൾ ആണ്. അതിനുവേണ്ടി ഇതിൽ തന്നിരിക്കുന്ന ചാർജിങ് കേബിളിൻ്റെ 2 സൈഡും C ടൈപ്പ് പിന്നാണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഫോൺസ് അല്ലെങ്കിൽ ഡിവൈസസുകൾ, ക്യാമറ പോലുള്ള ഡിവൈസസുകൾ വേണമെങ്കിൽ ചാർജ് ചെയ്യാം. ഇത് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് 20 to 100% ചാർജ് ആവാൻ വേണ്ടി എടുക്കുന്നത് 1 hour 56 minutes ആണ്. ഞാൻ വാങ്ങിച്ച അന്ന് ചാർജ് ചെയ്തിട്ട് പിന്നെ ഞാൻ 3ാമത്തെ ദിവസമാണ് എനിക്ക് ചാർജ് ചെയ്യേണ്ടി വന്നത്. ഞാനിതിൽ വീഡിയോ കോളും ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ വാട്സപ്പും അങ്ങനെ എല്ലാം യൂസ് ചെയ്യുന്നതാണ്. എന്നിട്ട് പോലും എനിക്ക് 2 days കംപ്ലീറ്റ് അത് ഫുൾ ചാർജ് ചെയ്യുന്നു. പിന്നെ 24% തേർഡ് ഡേ ആണ് ആയത്. അതുകൊണ്ട് തന്നെ വ്ളോഗേഴ്സിനും അതുപോലെ ലോങ് ട്രിപ്പ് പോകുമ്പോഴൊക്കെ നമുക്ക് ഈ ഫോണ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ചാർജ് തീരും അല്ലെങ്കിൽ വൈഫൈ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ചാർജ് പെട്ടെന്ന് തീർന്നു പോകുമല്ലോ എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മൾ അതിന് എക്സ്ട്രാ പവർ ബാങ്ക് ഒക്കെ നമ്മൾ കരുതാറുണ്ട് ലോങ് ട്രിപ്പിനാകുമ്പോൾ. അപ്പോൾ ഈ ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ 2 days നമുക്ക് ഒന്നും നോക്കേണ്ട, നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരില്ല. ക്യാമറയുടെ കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോയ 2 കാര്യങ്ങളുണ്ട്. ഇതിൽ വൈഡ് ആംഗിൾ ക്യാമറയായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് സിംഗിൾ ടേക്കാണ്. അതായത് ഒരു ടേക്കിൽ തന്നെ നമുക്ക് ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് 4 ഫോട്ടോസും 2 വീഡിയോയും ലഭിക്കുന്നതാണ്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനുള്ളത്, ഈ ഫോണിൻ്റെ ബോഡി ഗ്ലാസ്റ്റിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് വീഴാൻ ചാൻസ് കൂടുതലാണ്. ഒരു ഫോൺ കവർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ലാപ്പിലോട്ട് അല്ലെങ്കിൽ ടാബിലോട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ 2 സൈഡിലും C ടൈപ്പ് ആയിട്ടുള്ള ചാർജിങ് കേബിളാണ് തന്നിരിക്കുന്നത്.
പിന്നെ ഇതിലുള്ള ഹെഡ്സെറ്റ് ജാക്ക് 3.5 mm ആണ്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലോക്കും ഫേസ് റെക്കഗ്നൈസേഷൻ ലോക്കും തരുന്നുണ്ട്. അതൊക്കെ വെരി ഫാസ്റ്റായിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ 2 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. സെലസ്റ്റിയൽ ബ്ലാക്കും ഇലക്ട്രിക്കൽ ബ്ലൂവും. സെലസ്റ്റിയൽ ബ്ലാക്കാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് ഹെഡ്സെറ്റ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് അത്ര ഹൈ ക്വാളിറ്റി ഹെഡ്സെറ്റ് ആണെന്നൊന്നും പറയാനില്ല. ഇത് നോയ്സ് ക്യാൻസലേഷൻ മൈക്കാണ്. ഹെഡ്സെറ്റ് ജാക്ക്, മൈക്ക് സ്പീക്കർ, സിംഗിൾ സ്പീക്കർ, ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ലോക്ക് ബട്ടൺ, വോളിയം ബട്ടൺ, 2 SIM വിത്ത് മെമ്മറി, സിംഗിൾ സ്ലോട്ട്. ക്യാമറ റിവ്യൂ കൂടുതലായിട്ട് തുടർന്നുള്ള വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.